24 ന്യൂസിൽ ഇന്നലെ വന്ന വാർത്ത എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അഫാൻ്റെ ഉമ്മാനെ കാണാൻ വേണ്ടി SK പോയതൊക്കെ അല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു ന്യൂസ് നമ്മൾ കണ്ട സമയത്ത് തന്നെ ഉള്ളു തട്ടി എല്ലാ അമ്മമാരും ഒന്ന് കരഞ്ഞു പോയിട്ടുണ്ടാവും. കാരണം അവരോട് പറയുന്നുണ്ട്, അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്, എന്താ പറയുക, വീട് വെച്ചിരാന്നൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയത്തും എൻ്റെ മോനെ തിരികെ കൊണ്ടുവരണം സാറേ എന്നൊക്കെ പറഞ്ഞ് അവർ ധൈര്യമായിട്ടൊരു കരച്ചിലൊക്കെ കരയുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാലും, എത്ര നമ്മൾ ക്രൂരമായി നമ്മൾ മക്കൾ ചെയ്തു കഴിഞ്ഞാലും ഉമ്മമാർക്ക് അവരെന്നും കുട്ടികളാണ്. അവരൊരിക്കലും എന്താ പറയുക, മറ്റുള്ളവരുടെ മുന്നിൽ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ കുറ്റവാളിയാണെന്ന് പറയാനോ ഒരിക്കലും ഉമ്മമാർ തയ്യാറാകില്ല. കാരണം ദൈവത്തിൻ്റെ കരുണ ഒരു കൂടുതൽ ഭാഗം ഉമ്മമാരിലാണ് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടപ്പം വളരെ വിഷമമായിട്ട് തോന്നിയിട്ടോ. ഈ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, കാരണം ഇത്രയും ക്രൂരമായി കൊന്നിട്ടും അനിയനെ കൊന്നു, അതേപോലെ തന്നെ ഉമ്മ എന്താ പറയുക, ഭാഗ്യത്തിന് മരണപ്പെടാതിരുന്നതാണ്. അതേപോലെ ഉമ്മമാനെ, ഫാമിലി വേറെ മെമ്പേഴ്സിനെ ഇങ്ങനെയൊക്കെ ചെയ്തു പോയിട്ട് കൂടിയും ഈ ഒരു കുട്ടീനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ ഉമ്മാൻ്റെ ഒരു ഇത് കാണും. കാരണം ഒരുപാട് കമൻസുകൾ ഞാൻ വായിച്ചു. കമൻസിലൊക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ഇവർക്ക് വേണ്ടി വീട് വെക്കേണ്ട ആവശ്യമുണ്ടാവും, വേറെ എത്ര പാവങ്ങളുണ്ട് അവർക്ക് വീട് വെച്ച് കൊടുത്തുള്ളൂ എന്നൊക്കെ പറയുന്നത്. അഫാനെ ഒരിക്കലും നമുക്കൊന്നും ക്ഷമിച്ചു കൊടുക്കാൻ പറ്റാത്ത തെറ്റിനെയാണ് അഫാൻ ചെയ്തിട്ടുള്ളത്. കാരണം അത്രക്കും ക്രൂരമായിട്ട് ചുറ്റിക കൊണ്ട് തലക്കടിച്ചിട്ടും എന്താ പറയുക, ഒരു അടിയോ രണ്ടടിയോ മൂന്നടിയോ അല്ല, അത്രമാത്രം ക്രൂരമായി കൊന്ന ഒരു മകൻ തന്നെയാണ്. പക്ഷേ ആ ഒരു സമയത്ത് പോലും തൻ്റെ ഇളയ മകനെ കൊന്നതാണ്, അതേപോലെ തന്നെ തൻ്റെ കൂടപ്പിറപ്പുകളെ കൊന്നതാണ്. ഇതൊക്കെ അറിഞ്ഞിട്ട് പോലും ഇനി ആ അമ്മ അറിയാത്തതുപോലെ അഭിനയിക്കുന്നതാണോ അതോ അറിയാത്തതാണോ അറിയില്ല, എന്നാലും ആ ഉമ്മ ആ മകനെ സംരക്ഷിക്കുന്നത്. കാരണം നമ്മളൊക്കെ നമ്മുടെ കുട്ടികളെ വളർത്തുന്നതും വലുതായി കഴിഞ്ഞാലും, എത്ര വലുതായി കഴിഞ്ഞാലും അവരെന്ത് നമ്മളെ ചീത്ത പറഞ്ഞാലും നമുക്കൊരിക്കലും നമ്മുടെ മക്കളെ ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. കാരണം ഉമ്മമാരങ്ങനെയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവരെ ഒറ്റപ്പെടുത്താതെ അവരെ മാനസികമായി ഒരു പ്രശ്നങ്ങൾക്കും വിട്ടുകൊടുക്കാതെ അവർക്കൊരു വീട് നൽകണമെന്നുള്ള ഒരു ആശയം, അത് നമ്മൾ എന്താ പറയുക, 24 ന്യൂസിലെ ഈ ഒരു കൂട്ടായ്മ ചെയ്തതിൻ്റെ ഒരു തകർന്ന് തരിപ്പണമായിട്ടാണ് അദ്ദേഹം ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ 2 മക്കളും മരിച്ച പോലെയാണ് അദ്ദേഹം ഇപ്പോൾ ജീവിക്കുന്നതെന്ന്. 2 മക്കളും മരിച്ചു പോയി എന്നാണ് അദ്ദേഹം കരുതുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരിക്കലും ഇനി ആ വലിയ മകനെ തൻ്റെ മകനായി കണക്കാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന്. കാരണം ഇത്രയും ക്രൂരമായി കൊല ചെയ്തിട്ട് അത് തൻ്റെ മകനാണെന്ന് പറഞ്ഞ് ഒരിക്കലും, കാരണം ഈ ഇളയ മകനോടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം 2 മക്കൾ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, 2 മക്കൾ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഇളയ മകന് ഒരു പ്രത്യേകമായിട്ടൊരു സ്നേഹവും എല്ലാവരോടും ഒരു ഇടപഴകലൊക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഇത്രമാത്രം ക്രൂരമായി കൊല ചെയ്തിട്ട് ആ ഒരു മകനോട് ക്ഷമിക്കുക എന്നുള്ളത് ഒരു പിതാവിനും കഴിയുന്ന കാര്യമല്ല. പക്ഷേ നമ്മൾ മാതാവിൻ്റെ ഒരുപാട് നമ്മൾ ഇത് കേട്ടു, കട്ടിൽ നിന്ന് വീണതെന്ന് പറയുന്നുണ്ട്. അതേപോലെ ഇപ്പോഴവർ ഇന്ന് രാവിലെ കണ്ട ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, പിന്നെ എന്താ പറയുക, ഷോള് കഴുത്തിൽ വെച്ച് മുറുക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ ഒരു ഇൻ്റർവ്യൂ ഇന്നലെ 24 ന്യൂസിലെ ഈ ഒരു ഇൻ്റർവ്യൂ ഇന്നലെ കണ്ട സമയത്ത് തന്നെ ഇങ്ങനെ വീഡിയോ ആണ് എൻ്റെ ആഗ്രഹം തോന്നിയത്. ഉപ്പ പറയുന്നുണ്ട്, എനിക്കിനി 2 മക്കളും മരിച്ച പോലെയാണ് ഞാൻ കാണുന്നതെന്ന് അല്ലേ. പക്ഷേ ഉമ്മാക്കൊരിക്കലും അങ്ങനെ പറയാൻ കഴിയുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ പറയാം, അവിടെ തെളിവെടുപ്പിൽ കൊടുക്കുന്ന സമയത്തും ആ ഉപ്പ യാദൃശ്ചികമായിട്ട് അഫാനെ കാണുന്നുണ്ട്, വണ്ടിയിൽ നിന്ന് കാണുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നല്ല പുണ്യമാക്കപ്പെട്ട റമദാൻ മാസം, ഒരു പ്രവാസം കഴിഞ്ഞ് തിരിച്ചെത്തി തൻ്റെ കുടുംബത്തിലുള്ള ഈ ഒരു അവസ്ഥ അറിയുമ്പോൾ അയാൾ എത്രമാത്രം മാനസികമായി ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തൊക്കെ എത്ര പൊട്ടിക്കരയുന്നുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയേ. തീർച്ചയായിട്ടും നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ സംഭവിച്ചു. ഇനി ഈ മാനസികമായി ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആളുകളെ നമ്മൾ കൂടി ചേർക്കാന്നല്ലാതെ നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത്. കാരണം അവർക്ക് സമാധാനം കൊടുക്കാൻ നമുക്കിനി കഴിയുള്ളൂ അല്ലേ. പ്രവാസം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന സമയത്ത് സ്വന്തം കുടുംബമില്ല, ഇത്രയും മാനസികമായി പീഡനം അനുഭവിക്കേണ്ടി വന്നൊരു പ്രവാസിയും ദുനിയാവിലുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ സ്വന്തം മകനാൽ തന്നെ ഉമ്മ മരണപ്പെട്ടു, ചെറിയ മകന്, കൂടപ്പിറപ്പുകൾ, അതേപോലെ ഈ കൊല ചെയ്യപ്പെട്ട മകന് ജയിലിൽ, ഭാര്യ ഹോസ്പിറ്റലിൽ, വീട് കടങ്ങൾ, ഇത്രയും പ്രയാസത്തിലും അദ്ദേഹം ആ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ.
ഇൻ്റർവ്യൂവിലൊക്കെ നമ്മൾ അയാളുടെ മുഖം കണ്ടു. കാരണം അത്രയും ദയനീയമായൊരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അവരുടെ ആ ഒരു മാനസികാവസ്ഥ കണ്ട് നമ്മുടെ 24 ന്യൂസിലെ ശ്രീകണ്ഠൻ നായർ ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണ് പറഞ്ഞ് നമുക്ക് പറയാം. കാരണം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇവർക്ക് ഇതിനേക്കാൾ അർഹതപ്പെട്ട ആളുകളില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്നും എങ്ങോട്ടേക്ക് പോകണം, ഈ ഒരു പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫിനെയും കൂട്ടി എങ്ങോട്ടേക്ക് പോകണം, കാരണം കുടുംബങ്ങളൊന്നും വരണ്ടെന്ന് പറഞ്ഞ് അവരൊക്കെ കാരണം അവർക്കത് റീസൺ ഉണ്ട്, തീർച്ചയായിട്ടും അവർ വരണ്ടെന്ന് തന്നെ പറയുള്ളൂ. പക്ഷെ അവരുടെ ആ വീട്ടിലേക്ക് അവർക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം കൊലപാതകം കഴിഞ്ഞ ആ വീടാണ്. അവിടെ എത്തുമ്പോൾ എന്തായാലും അവരുടെ ആ ഒരു പഴയ ഓർമ്മകളും കുട്ടികളും ആ ഒരു ജീവിതം ഓർമ്മ വരും. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് അവർ നേരെ പോയിട്ടുള്ളത് ആശ്രയ മന്ദിരത്തിലേക്കാണ്. അവിടേക്കാണ് ശ്രീകണ്ഠൻ നായർ വന്ന് സന്ദർശിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കി. കാരണം ഈ ഉമ്മയോ ഈ ഉപ്പയോ നമ്മുടെ മക്കൾ ഇങ്ങനെ ഒരു ക്രൂരമായ കൃത്യങ്ങൾ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ അവരൊന്നും അവർ പഠിപ്പിച്ചു കൊടുത്തതോ അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക ഇത് ചെയ്യണമെന്ന് പറഞ്ഞതോ അല്ല. കാരണം ഈ ഉപ്പാൻ്റെയൊക്കെ മാനസികാവസ്ഥ നമ്മൾ ആ ഒരു വാർത്തയിൽ കാണുന്ന സമയത്ത് അത് നമുക്ക് കണ്ടുനോക്കാം. എൻ്റെ കൊച്ചിനെ ഇറക്കിട്ട് തരണം, അങ്ങനെയെങ്കിൽ എൻ്റെ മൂത്തോ ഇളയോ മരിച്ചു. എനിക്ക് മൂത്തോനെ അവനെങ്കിലും